നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കഴിഞ്ഞ 24 ദിവസമായിട്ട് ഒരു യുദ്ധവിമാനം ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച ആ F-35 മലയാളികൾക്ക് വളരെ സുപരിചിതമായ യുദ്ധവിമാനം അത് ഇപ്പോൾ നിലവിൽ എയർ ഇന്ത്യയുടെ ആങ്ങറിൽ ബ്രിട്ടീഷ് അധികൃതർ ലോക്ഹീഡ് മാർട്ടിൻ്റെ സ്റ്റാഫുകളും US സ്റ്റാഫും ബ്രിട്ടൻ്റെ സ്റ്റാഫും എല്ലാവരും കൂടെ ചേർന്നിട്ട് 10-14 പേര് ചേർന്നിട്ട് ആ ചെറിയ സ്പാനറൊക്കെ ഇട്ട് അതൊന്ന് ശരിയാക്കി എടുക്കാൻ പറ്റുമോ എന്ന ഒരു തകൃതിയായ നോട്ടത്തിലാണ് അവരുള്ളത്. കഴിഞ്ഞ 24 ദിവസമായിട്ട് കേരളത്തിൻ്റെ ട്രോൾ ഗ്രൂപ്പുകളിൽ മുഴുവൻ നമ്മളെ വളരെയധികം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ കുറേയധികം കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച F-35 യുദ്ധവിമാനം നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ ഒരു കളിപ്പാട്ടത്തിൻ്റെ ലാഘവത്തോടു കൂടി നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന F-35, അപ്പുറത്ത് മറുവശത്ത് ബ്രിട്ടൻ്റെ ചങ്കിടിപ്പ് കൂട്ടുന്ന F-35. ആ യുദ്ധവിമാനം നിലവിൽ ഈ പറഞ്ഞ എയർ ഇന്ത്യയുടെ ഹാങ്ങറിൽ അതിൻ്റെ പരിശോധനകളും കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിലും ആ യുദ്ധവിമാനം ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ അദാനി ഗ്രൂപ്പിന് വലിയ ഒരു തുക ബ്രിട്ടീഷ് സർക്കാർ നൽകേണ്ടി വരും. അതിൻ്റെ പ്രധാന കാരണം ആദ്യഘട്ടങ്ങളിൽ ഈ വിമാനം ഇവിടെ ലാൻഡ് ചെയ്ത് അവിടെ പാർക്ക് ചെയ്യുന്നതിന് ഫീസ് വേണ്ട എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നെങ്കിലും പക്ഷേ ഇപ്പോൾ ഫീസ് വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏകദേശം 20,000 ചില്ലറ രൂപ ഒരു ദിവസം വെച്ച് 24 ദിവസത്തെ പൈസ, ഇനി അങ്ങോട്ട് എത്ര ദിവസം കൂടി ഉണ്ടോ ആ പൈസ. പിന്നെ ഈ വിമാനം ലാൻഡ് ചെയ്യുന്നതിന് 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ എയർപോർട്ട് അതോറിറ്റിക്ക് കൊടുക്കണം. അത് വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ ഒരുക്കുന്ന സജ്ജീകരണങ്ങൾക്ക് വേണ്ട ചാർജാണ്. അടിയന്തര ലാൻഡിങ് ആയതുകൊണ്ട് ആ പൈസ എന്തായാലും വാങ്ങിക്കും. രണ്ടാമത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത്രയധികം ആളുകളെ ഇത് സർവീസ് വിമാനത്തിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് അത് നന്നാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന വിമാനം ഇറങ്ങിയതിൻ്റെ ചാർജ് വേറെ. അപ്പോൾ ഏകദേശം നല്ല ഒരു തുക അദാനി ഗ്രൂപ്പിന് കൊടുത്താൽ മാത്രമേ F-35 യുദ്ധവിമാനം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റൂ എന്നതാണ് വസ്തുത. ആദ്യഘട്ടങ്ങളിൽ അദാനി ഗ്രൂപ്പ് ഈ തുക നമുക്ക് വേണ്ട, അത് ഒരു ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത്രയും ദൃഢമായതുകൊണ്ട് തന്നെ നമുക്ക് ആ പൈസ ഒഴിവാക്കാം എന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നെങ്കിലും പക്ഷേ ബിസിനസ്സുകാരനായ അദാനി എന്തിനാണ് വെറുതെ അദ്ദേഹത്തിൻ്റെ സ്പേസ്, അദ്ദേഹം പൈസ മുടക്കിയെടുത്തിരിക്കുന്ന ഒരു സ്പേസ് അത് വേറൊരു രാജ്യത്തിനോ അല്ലെങ്കിൽ വേറൊരാൾക്കോ വെറുതെ ഉപയോഗിക്കാൻ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അദാനി ഗ്രൂപ്പ് പോയി എന്നതാണ് ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത. അങ്ങനെയാണ് എങ്കിൽ 24 ദിവസത്തെ പൈസ അവിടെ കൊടുക്കേണ്ടി വരും. ആ 24 ദിവസത്തെ പൈസ കൊടുക്കുകയും ഇനി അങ്ങോട്ട് എത്രയെങ്കിലും ദിവസം അത് വീണ്ടും അറ്റകുറ്റപ്പണികൾക്കായിട്ട് ഇവിടെ നിർത്തിയിടേണ്ടിയും വന്നാൽ ആ പൈസ കൂടെ ചേർത്ത് വലിയ തുക കൊടുത്തിട്ട് അവർക്ക് ആ വിമാനം തിരിച്ചു കൊണ്ടുപോകാം. കഴിഞ്ഞ മാസം അടിയന്തര ലാൻഡിങ്, അതായത് HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്ന യുദ്ധക്കപ്പലിൽ നിന്നും പരിശീലനം നടത്തുകയായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ 150 നോട്ടിക്കൽ മൈൽ അകലെ, അതായത് കേരളത്തിൽ നിന്ന് ഒരു 150 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇവർ പരിശീലനം നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ത്യയും സഹകരിച്ചുകൊണ്ടാണ് ആ പരിശീലനം എന്നാണ് വാർത്തകൾ. അന്ന് രാത്രിയിൽ ഈ വിമാനം പറന്നുയർന്നു, പക്ഷേ ശക്തമായ മഴയായിരുന്നു, ശക്തമായ തിരമാലയും ഉണ്ടായിരുന്നു. തിരിച്ച് ഈ വിമാനത്തിന് ഈ കപ്പലിലേക്ക് ഇറങ്ങാൻ യാതൊരു വിധത്തിലും സാധിക്കാത്ത സാഹചര്യം വന്നു. ഒരു 5-6 തവണ ഈ വിമാനം കപ്പലിന് മുകളിൽ വട്ടമിട്ട് പറന്നു, പക്ഷേ ഇറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പൈലറ്റ് പറയുന്നു. നമുക്ക് അത് അങ്ങനെ ഇറക്കിയാൽ അപകടമുണ്ടാകും എന്ന് പൈലറ്റ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഇന്ധനം കൂടി തീരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും അടുത്ത എയർപോർട്ട് ഏതാണെന്ന് നോക്കുമ്പോൾ തിരുവനന്തപുരമാണ് ഏറ്റവും അടുത്ത എയർപോർട്ട്. തിരുവനന്തപുരത്തെ എയർപോർട്ട് അധികൃതരുമായിട്ട് ബന്ധപ്പെടുന്നു. അവർ പറഞ്ഞു ഓക്കെ, ഞങ്ങളിവിടെ ഇറക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു തരാം എന്ന് പറഞ്ഞു. പക്ഷേ അതിനും മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ ഈ തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 150 നോട്ടിക്കൽ മൈൽ അകലെ ഇങ്ങനെ ഒരു യുദ്ധവിമാനത്തിൻ്റെയും ഇതൊക്കെ പരിശീലനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം വന്നു കഴിഞ്ഞാൽ വിമാനം തിരുവനന്തപുരത്ത് ഇറക്കാനുള്ള സംവിധാനം സഹകരിക്കണം എന്ന് പറഞ്ഞിട്ട് DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന് അവരൊരു നിവേദനം കൊടുത്തു, ഒരു മെസ്സേജ് കൊടുത്തിരുന്നു. ആ മെസ്സേജ് ഇവർ ഓക്കെ പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അടിയന്തര ലാൻഡിങ്ങിൻ്റെ ആവശ്യം വന്നപ്പോൾ DGCA തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവരോട് ലാൻഡ് ചെയ്താനുള്ള അനുമതി കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെയാണ് ആ വിമാനം അവിടെ ലാൻഡ് ചെയ്തത്. പക്ഷേ ആ ലാൻഡിങ്ങിനിടയിൽ അതിൻ്റെ ഹൈഡ്രോളിക്കിന് തകരാറ് വന്നു. അതുകൊണ്ട് വിമാനം ഇന്ധനം നിറച്ചിട്ട് തിരിച്ച് പറക്കാൻ സാധിച്ചില്ല എന്നതാണ് രണ്ടാമത് വന്ന വാർത്ത. വിമാനം ലാൻഡ് ചെയ്യുന്നു, വിമാനം ലാൻഡ് ചെയ്ത് അതിനകത്ത് ഇന്ധനമെല്ലാം നിറയ്ക്കുന്നു. തിരിച്ച് പൈലറ്റ് പറത്തിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ വിമാനത്തിൻ്റെ ഹൈഡ്രോളിക് തകരാറാണ് എന്ന് ഇഗ്നീഷ്യൻ കാണിക്കുന്നു. അത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അദ്ദേഹം ഉടൻ തന്നെ HMS പ്രിൻസ് ഓഫ് വെയിൽസിലേക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു. അവിടെ നിന്നും ഒരു
വേറൊരു ടെക്നീഷ്യനും 2 അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കൂടി ഒരു ഹെലികോപ്റ്ററിൽ വരുന്നു. ആ ഹെലികോപ്റ്റർ ഇവിടെ ലാൻഡ് ചെയ്ത് പരിശോധന നടത്തിയെന്ന് മനസ്സിലായി. ഈ വിമാനത്തിന് തിരിച്ചു കൊണ്ടുപോകണമെങ്കിൽ അത് റിപ്പയർ ചെയ്തേ മതിയാകൂ, അവരെ കൊണ്ടത് സാധിക്കില്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, പൈലറ്റ് ഒരു കസേരയിട്ട് ആ വിമാനത്തിനടുത്ത് തന്നെ ഇരുന്നു. കാരണം അവരുടെ യുദ്ധതന്ത്രങ്ങൾ എല്ലാം ഉള്ള ഒരു വിമാനമാണ് അത്. ആരെങ്കിലും വന്ന് അതിനകത്ത് കയറുകയോ അതിനടുത്ത് ചെല്ലുകയോ ചെയ്താൽ തന്നെ അവരുടെ ഇന്ത്യക്ക് സ്വാഭാവികമായിട്ടും F-35 എന്ന് പറയുന്ന യുദ്ധവിമാനമില്ല. അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് സാങ്കേതിക വിദ്യകൾ അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകാം. അവരുടെ യുദ്ധതന്ത്രങ്ങൾ ഒരുപാട് അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. എത്ര വലിയ സൗഹൃദമുള്ള രാഷ്ട്രമാണെങ്കിൽ പോലും ഒരു രാഷ്ട്രത്തിൻ്റെ യുദ്ധതന്ത്രങ്ങളോ അവരുടെ പടക്കോപ്പുകളോ ഒന്നും തന്നെ അവർ മറ്റ് രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അധികം പറയാറോ കാണിക്കാറോ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഈ യുദ്ധവിമാനം ഇന്ത്യയിൽ, അതായത് ബ്രിട്ടനിലല്ലാതെ മറ്റൊരു രാജ്യത്ത് സൂക്ഷിക്കുന്നതിൻ്റെ ഒരു വെപ്രാളവും ആവലാതിയും അവർക്കുണ്ട് എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് പൈലറ്റ് ഒരു കസേര ഇട്ടിട്ട് ഈ വിമാനത്തിൻ്റെ തൊട്ട് താഴെ ഇരുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ CASF ഭടന്മാർ ഈ യുദ്ധവിമാനത്തിന് സംരക്ഷണം ഒരുക്കാം എന്ന് ഇന്ത്യ തന്നെ ബ്രിട്ടനെ അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ പൈലറ്റ് തിരിച്ച് അവർ വന്നിരുന്ന ഹെലികോപ്റ്ററിൽ തിരിച്ചു പോവുകയും ചെയ്തു. പോയി അടുത്ത ദിവസം തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥർ വന്ന് ഇതിൻ്റെ ഹൈഡ്രോളിക് തകരാറ് പരിഹരിക്കാൻ നോക്കുന്നു, നടക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ അവരുടെ അടുത്ത് പറയുന്നു, ഈ വിമാനത്താവളത്തിൽ ഈ വിമാനം സൂക്ഷിക്കുന്നതിന് എയർപോർട്ട് അധികൃതർക്ക് വാടക നൽകേണ്ടി വരും. രണ്ടാമതൊരു കാര്യം, ഞങ്ങൾ ഇത് നന്നാക്കാൻ ഞങ്ങളുടെ ടെക്നീഷ്യന്മാർ വഴി എഞ്ചിനീയർമാർ കൊണ്ട് ഇത് നന്നാക്കാൻ ശ്രമിക്കാം, അതിനുള്ള സഹായങ്ങൾ ഇന്ത്യ തരാം എന്ന് പറഞ്ഞപ്പോൾ ബ്രിട്ടൻ അത് വേണ്ട എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രധാന കാരണം ഇതാണോ, ഇന്ത്യയുടെ കയ്യിൽ ഇല്ലാത്ത ഒരു വിമാനം ഇവിടെ പാർക്ക് ചെയ്ത് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഇന്ത്യയെ അനുവദിച്ചു കഴിഞ്ഞാൽ ആ യുദ്ധവിമാനം എന്താണെന്നോ, F-35 എന്ന യുദ്ധവിമാനം എന്താണെന്നോ, അതിൽ എന്തൊക്കെ സാങ്കേതിക വിദ്യകളുണ്ടെന്നോ, അതിൽ ഏതൊക്കെ രീതിയിലുള്ള യുദ്ധ ഉപകരണങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ടെന്നോ, അത് ഏതൊക്കെ രീതിയിലായിരിക്കും ഒരു യുദ്ധമുഖത്ത് പ്രതികരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ പ്രകടനമുണ്ടാവുക എന്നതൊക്കെ കൃത്യമായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വളരെ സുഗമമായിട്ട് ബ്രിട്ടൻ്റെ യുദ്ധതന്ത്രങ്ങൾ അല്ലെങ്കിൽ ഈ യുദ്ധ പടക്കോപ്പിൻ്റെ രഹസ്യം, F-35 രഹസ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് ബ്രിട്ടൻ വളരെ സൗഹൃദത്തോട് പറഞ്ഞു, വേണ്ട, ഇത് ഞങ്ങൾ ശരിയാക്കിക്കോളാം, ഞങ്ങളുടെ എഞ്ചിനീയർമാർ മൂത്ത ആശാരിയൊക്കെ വരും, അവർ വന്നിട്ട് ഇത് എങ്ങനെയെങ്കിലും ശരിയാക്കിയിട്ട് ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, നിങ്ങൾ തൽക്കാലം ചെയ്യേണ്ട എന്ന് പറഞ്ഞു. ഈ F-35 കേരളത്തിൽ ലാൻഡ് ചെയ്തിട്ട് ഇത്രയും ദിവസം ഇവിടെ നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും ബ്രിട്ടന് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്, ബ്രിട്ടന് വലിയ ഭയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ബ്രിട്ടൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ നിന്നുള്ള ഒരു 10-28 ആളുകളെ ഇന്ത്യയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. പക്ഷേ അതിനു മുന്നേ ബ്രിട്ടൻ്റെ പാർലമെൻറ്റിൽ ഇത് വലിയ ചർച്ചയായി. ബ്രിട്ടൻ്റെ യുദ്ധവിമാനം ഇന്ത്യ പോലുള്ള ഒരു സ്ഥലത്ത്, അവിടെ ഒരു സംസ്ഥാനത്ത് സൂക്ഷിച്ചിരിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അത് അവിടെ ഇങ്ങനെ വെയിലും മഴയും കൊണ്ട് തുരുമ്പെടുക്കുന്ന രീതിയിൽ അവിടെ ഇങ്ങനെ കിടക്കുന്നു. എന്താണ് കാര്യം എന്നതിനെക്കുറിച്ച് ബ്രിട്ടൻ്റെ പാർലമെൻറ്റിൽ വലിയ ചർച്ചയായി. ആ സമയത്ത് പറഞ്ഞു, ഇന്ത്യ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുന്നുണ്ട്, ഇന്ത്യ അതിൻ്റെ പൂർണ്ണ സുരക്ഷിതത്വം ഏറ്റെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. 24 മണിക്കൂറും ഉപഗ്രഹ നിരീക്ഷണത്തിലാണ് ഈ വിമാനം, നമ്മൾ അതിനു വേണ്ട ഉദ്യോഗസ്ഥന്മാരെ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. ആ വിമാനത്തിനകത്തോ അടുത്തേക്ക് പോലും ആരെങ്കിലും വന്നാൽ ഇന്ത്യ അറിയുന്നതിന് മുമ്പേ തന്നെ നമ്മളറിയും, നമുക്കതിന് വേണ്ട നടപടികൾ എടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ വലിയ നയതന്ത്ര ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ സൂക്ഷിക്കുന്ന 2 രാഷ്ട്രങ്ങളായതുകൊണ്ട് തന്നെ ഇന്ത്യ ഉറപ്പായിട്ടും ബ്രിട്ടൻ്റെ ഒരു ഉപകരണം അത് ഇന്ത്യയിൽ നിർത്തിയിടേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ സംരക്ഷണം ഇന്ത്യ നൽകിയേ പറ്റും. തിരിച്ചും അങ്ങനെയാണ്, ഇന്ത്യയുടെ എന്തെങ്കിലും ഒരു സാധനം ബ്രിട്ടനിൽ നമുക്ക് സൂക്ഷിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ബ്രിട്ടൻ നോക്കണം, ബ്രിട്ടൻ അതിൻ്റെ പൂർണ്ണ സംരക്ഷണം നോക്കണം എന്നതാണ് വസ്തുത. അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ വിദേശകാര്യമന്ത്രി പറഞ്ഞു, ഭയപ്പെടേണ്ടതില്ല, ഇന്ത്യ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ അങ്ങോട്ട് അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അടുത്ത ദിവസം തന്നെ ഒരു വലിയ ഒരു സംഘവുമായിട്ട് അവരുടെ ഒരു വിമാനം ഇവിടെ ലാൻഡ് ചെയ്യുകയാണ്. വിമാനം ലാൻഡ് ചെയ്ത് ആദ്യഘട്ടങ്ങളിൽ പരിശോധന നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഹൈഡ്രോളിക് മാത്രമല്ല ഓക്സിലറി മെഷീനറീസ് മുഴുവൻ കംപ്ലൈൻ്റ് ആണ് എന്ന സിഗ്നൽ കാണിക്കുന്നു. ലോക്ഹീഡ് മാർട്ടിൻ്റെ ഉദ്യോഗസ്ഥന്മാരിൽ ഒരു 14 പേര് ഇവിടെ നിൽക്കുന്നു, ബാക്കി 10 പേര് തിരിച്ചു പോകുന്നു. ആ 14 പേരാണ് നിലവിൽ ഇപ്പോൾ ആ വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ എയർ ഇന്ത്യയുടെ ഹാങ്ങറിൽ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഏതെങ്കിലും രീതിയിൽ ഈ വിമാനം ഒന്ന് രക്ഷപ്പെടുത്തിയെടുത്ത് എങ്ങനെയും കൊണ്ടുപോകണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി അതല്ല, ഇവിടെ നന്നാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ എങ്കിൽ വിമാനത്തിൻ്റെ 2 ചിറകുകൾ അഴിച്ച് മറ്റൊരു ചരക്ക് വിമാനം വന്ന് ആ വിമാനത്തിലേക്ക് ഇത് കെട്ടിവലിച്ച് കയറ്റിക്കൊണ്ടു പോകാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ വന്ന ആ അതിഥി തിരിച്ചു പോകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്.